നമ്മുടെ വന്ദേ ഭാരത് ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 3-3.5 മണിക്കൂറായി പ്രേക്ഷകരെ വലിയ ബുദ്ധിമുട്ടിലാക്കും. പ്രേക്ഷകരല്ല, നമ്മുടെ ട്രെയിൻ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ആശ്വാസമായി നിഖിൽ പ്രമേഷ് ചെയ്തു. നിഖിൽ, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വന്ദേ ഭാരത് യാത്രയായോ? ഒരു ടാറ്റ കൊടുക്കൂ ട്രെയിനിന്. ടാറ്റ കൊടുത്തു സ്കേൻ. 3 മണിക്കൂർ വൈകി, അതായത് 3 മണിക്കൂർ യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി, പ്രയാസത്തിലാക്കി ഇതാ ഇപ്പോൾ വന്ദേ ഭാരത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയും ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളായിരുന്നു. നമുക്കറിയാം, വന്ദേ ഭാരത് ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത് തന്നെ വളരെ വേഗത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. അവരെയൊക്കെ പ്രയാസത്തിലാക്കി 3 മണിക്കൂറാണ് ട്രെയിൻ ലേറ്റ് ആയത്. അതിൻ്റെ പുറകിലെ എഞ്ചിൻ നമുക്കിനിപ്പോൾ വരുമ്പോൾ അത് കാണാൻ കഴിയും. ഏറ്റവും പുറകിലെ എഞ്ചിന് തകരാറിലായതാണ് ഇത്രയധികം വൈകാനുള്ള ഒരു കാരണമായത്. എന്തായാലും ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ച് ട്രെയിൻ യാത്ര തിരിച്ചിരിക്കുന്നു. കൃത്യം പറഞ്ഞാൽ 3 മണിക്കൂർ 5:50 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിന് യാത്ര ആരംഭിച്ചത്. പിന്നീട് അല്പദൂരം മുന്നോട്ട് പോകുന്നു. കൊച്ചിൻ പാലത്തിന് സമീപത്ത് വെച്ച് അത് തകരാറിലാവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇത് അവിടെ പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ടായത്. ആദ്യത്തെ 1 മണിക്കൂറിൽ ഒരു വിവരവും, അതായത് ഒരു യന്ത്ര തകരാറാണ്, 10 മിനിറ്റിൽ പരിഹരിക്കപ്പെടുമെന്നാണ് അറിയിച്ചിരുന്നത്. ഒരു വിവരവും അവർക്ക് ലഭിച്ചിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട്, യാത്ര തുടരാൻ വൈകും എന്നുള്ള വിവരങ്ങൾ അറിയുന്നത്. ഇപ്പോഴിതാ ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേ ഭാരത് യാത്രയായി കഴിഞ്ഞു. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്കൊക്കെ എത്തേണ്ട യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള പ്രയാസമാണ് ഇത് സൃഷ്ടിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും റെയിൽവേ ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം ഇതിൽ നൽകിയിട്ടില്ല. അവർ പറയുന്നത് സാങ്കേതിക കാരണങ്ങൾ, ചില സാങ്കേതിക കാരണങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് യാത്ര വൈകി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇക്കാര്യത്തിലൊരു അന്വേഷണം റെയിൽവേ ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഇത്രമേൽ പ്രാധാന്യം നൽകുന്നത്? അതായത് വന്ദേ ഭാരത് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റെല്ലാ ട്രെയിനുകൾക്കും നൽകുന്നതിനേക്കാൾ മുന്തിയ പരിഗണനയാണ് എപ്പോഴും നൽകുന്നത്. അത്തരത്തിലുള്ള ഒരു ട്രെയിന് എന്തുകൊണ്ട് ഇങ്ങനെ ഇത്രയധികം 700ഓളം യാത്രക്കാരുണ്ടായിരുന്നു, ഇത്രയധികം യാത്രക്കാരെയായി ഇത്രയധികം സമയം ആ ട്രെയിൻ വൈകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി, അങ്ങനെ കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ റെയിൽവേ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആ 700 യാത്രക്കാരെ നിഖിൽ പ്രമേഷ്, എന്തായാലും വണ്ടി അങ്ങനെ യാത്രയായി. എറണാകുളം റെയിൽവേ സ്റ്റേഷനും കോട്ടയത്തും മറ്റു പ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്ന സഞ്ചാരികൾ, യാത്രക്കാർക്ക് ആശ്വാസകരമായ വാർത്തയാണ്. ഷൊർണൂരിൽ നിന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ് 3.5 മണിക്കൂറിലെ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം യാത്രയായി ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് കൊച്ചിയിലേക്ക്.